everyone, welcome to the English Echo. So today we are going to deal with a beautiful poem which is written by Nikita Gill. The title of the poem is Don't Be Beautiful. അപ്പം നികിത ഗിൽ എഴുതിയിട്ടുള്ള ഡോണ്ട് ബി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പോയമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് നികിത ഗില്ലിനെ പറ്റി നോക്കാം. നികിത ഗിൽ ഈസ് എ ബ്രിട്ടീഷ് ഇന്ത്യൻ പോയറ്റ്. അപ്പം ഇവർ ജനിച്ചതൊക്കെ ബ്രിട്ടനിലാണ്, പക്ഷെ ഇവർ റേസ് ചെയ്യപ്പെട്ടത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ പോയറ്റായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. ഒരു റൈറ്ററാണ് ആൻഡ് ആർട്ടിസ്റ്റ് നോൺ ഫോർ ഹെർ ഇമോഷണലി പവർഫുൾ ആൻഡ് ഫെമിനിസ്റ്റ് പോയട്രി. അപ്പോൾ ഇവരുടെ കവിതകളിലൊക്കെയും ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഫെമിനിസ്റ്റിക് പോയട്രി അല്ലെങ്കിൽ പോയറ്റാണ് ആര്, നികിത ഗിൽ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ. Born in Belfast and raised in New Delhi, she later settled in the United Kingdom. അപ്പം ഇവർ ജനിച്ചതൊക്കെ നമ്മുടെ നോർത്തേൺ അയർലൻഡിലാണ്. പിന്നീട് ഇവർ ന്യൂഡൽഹിയിലാണ് വളർന്നതൊക്കെ. അതിനുശേഷം ഇവർ UK സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഹെർ മൾട്ടി കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഡീപ്ലി ഇൻഫ്ലുവൻസസ് ഹെർ റൈറ്റർ. അപ്പം ഒരുപാട് കൾച്ചറിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് രീതിയിൽ, അതായത് ഇവരുടെ എഴുത്തുകളെയൊക്കെ ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗിൽസ് പോയംസ് ഫോക്കസ് ഓൺ തീംസ് സച്ച് ആസ് സെൽഫ് ലവ്, ഹീലിംഗ്, ഫെമിനിസം, മെൻ്റൽ ഹെൽത്ത് ആൻഡ് എംപവർമെൻറ്റ്. അപ്പം ഇവരുടെ കവിതകളിൽ അധികവുമുള്ളത് സെൽഫ് ലവ്, അതുപോലെ തന്നെ ഫെമിനിസം, പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, ഹീലിംഗ്, എംപവർമെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഇവരുടെ കവിതകളിലെ തീമുകൾ എന്ന് പറയുന്നത്. She blends mythological elements with modern realities, making her work relatable to contemporary readers. അപ്പം ഇവരുടെ കവിതകളിൽ അധികവും ഇവർ അതായത് എഴുതുന്ന സമയത്ത് ഇവരുടെ മിത്തോളജിക്കലായിട്ടുള്ള എലമെൻറ്റ്സ്, മിത്ത് കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യാറുള്ളത്, ഇവരുടെ കവിതകൾ എഴുതാറുള്ളത്. അത് ഇന്നത്തെ കാലത്തെ കണ്ടംപററി ആയിട്ടുള്ള റീഡേഴ്സിന് ഒരുപാട് റിലേറ്റബിൾ ആവാറുണ്ട് ഇവരുടെ എഴുത്തുകൾ. Her poetry gained global popularity through social media for its simplicity, honesty and emotional depth. അപ്പം സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റഗ്രാം പോയട്രി പോലെയുള്ള സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരുടെ പോയംസ് എന്താവാൻ തുടങ്ങിയിട്ടുള്ളത്, പോപ്പുലാരിറ്റിയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കവിതകൾ അധികവും ഭയങ്കര സിമ്പിളായിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള, ഒരുപാട് ഇമോഷണൽ ഡെപ്ത് നൽകുന്ന കവിതകളാണ് ഇവർ എഴുതിയിട്ടുള്ളത്. Some of her notable works include Your Soul is a River, Fire and Beauty and Great Goddesses. അപ്പം ഇവരുടെ മറ്റുള്ള നോട്ടബിൾ ആയിട്ടുള്ള കവിതകളാണ് യുവർ സോൾ ഈസ് എ റിവർ എന്ന് പറയുന്നത്, അതുപോലെ ഫയർ ആൻഡ് ബ്യൂട്ടി, പിന്നെ ദ ഗ്രേറ്റ് ഗോഡസസ് എന്നൊക്കെയുള്ള കവിതകൾ. അപ്പം ആദ്യം നമുക്ക് ഈ കവിതയുടെ ചെറിയൊരു സമ്മറി നോക്കാം. എന്താണ് ഈ കവിത പറയുന്നത്? അതായത് ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ ബ്യൂട്ടി എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് പല കാര്യങ്ങളായിരിക്കും വരുന്നത്. പക്ഷെ പൊതുവായിട്ടുള്ളൊരു ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെളുത്ത് അല്ലെങ്കിൽ ഭയങ്കര ലീനായിട്ടുള്ള അങ്ങനെയുള്ള ആണ് ഭംഗിയുള്ളവർ എന്നുള്ള ചിന്താഗതിയുള്ളൊരു സമൂഹമാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഇവർ പറയുന്നത് ഒരു ആളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്തിലല്ല, അയാളുടെ മുഖത്തോ അയാൾ ധരിക്കുന്ന ഡ്രസ്സിലോ അല്ലെങ്കിൽ അയാളുടെ വണ്ണമുള്ള ആളാണോ അല്ലെങ്കിൽ തടിയുള്ള ആളാണോ, ആ രീതിയിലൊന്നുമല്ല. പക്ഷെ ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്തിലായിരിക്കണം, അയാളുടെ ഇന്നർ, അല്ലെങ്കിൽ അയാൾ ബ്രേവ് ആണോ, പാഷനേറ്റ് ആണോ, ഇൻ്റലിജൻ്റ് ആണോ, അല്ലെങ്കിൽ അയാളുടെ ഐഡൻറ്റിറ്റി എന്താണ്, അയാളുടെ വ്യക്തിത്വം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കണം എന്നാണ് നികിത ഗില്ല് ഈ ഒരു കവിതയിൽ പറഞ്ഞു വെക്കുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദ സമ്മറി ഓഫ് ദ പോം, Don't Be Beautiful is a powerful feminist poem that challenges society's narrow definition of beauty imposed on women. അപ്പം ഈ ഒരു കവിതയിൽ ഡോണ്ട് ബി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിത ഒരു ഫെമിനിസ്റ്റ് പോയമാണ്, അല്ലെങ്കിൽ സ്ത്രീ പക്ഷമുള്ള ഒരു കവിതയാണ്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം സുന്ദരിയാകേണ്ടത് എന്ന് സൊസൈറ്റിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അതെന്താണ്, സൊസൈറ്റിയുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കവിതയാണ് ഡോണ്ട് ബി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ദ പോയറ്റ് ക്വസ്റ്റ്യൻസ് വൈ വിമൻ ആർ കോൺസ്റ്റൻ്റ്ലി എക്സ്പെക്റ്റഡ് ടു ബി ബ്യൂട്ടിഫുൾ ആൻഡ് ഏർജസ് ദം ടു റിജക്റ്റ് ദിസ് ലിമിറ്റേഷൻ. അപ്പം പോയറ്റ് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യനാണ് നമ്മളോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് സ്ത്രീകൾ എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടിരുന്നില്ലെങ്കിൽ
അവർ റിജക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പം എന്താണ് ഈ റിജക്ഷന് കാരണം, അല്ലെങ്കിൽ എവിടെയാണ് സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ആളുകൾക്ക് ലിമിറ്റേഷൻ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ ഫിസിക്കൽ അപ്പിയറൻസ്, ദ പോം എൻകറേജസ് വിമൻ ടു ബി ഇൻ്റലിജൻറ്റ്, ബ്രേവ്, പാഷനേറ്റ്, അഡ്വഞ്ചറസ്, ക്രിയേറ്റീവ് ആൻഡ് കോൺഫിഡൻറ്റ്. അപ്പം ഒരാൾ ഫിസിക്കലി അപ്പിയർ അല്ലെങ്കിൽ അയാളുടെ ഫിസിക്കൽ കാണുന്ന സമയത്ത്, ശരീരം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ശരീരത്തിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എവിടെയായിരിക്കണം ചെയ്യേണ്ടത്? ഒരു സ്ത്രീയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് അവളുടെ ബുദ്ധിയിലും അവളുടെ ബ്രേവിലും അല്ലെങ്കിൽ അവളുടെ പാഷനേറ്റ് ആയിട്ടുള്ള അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലും അഡ്വഞ്ചറസ് ആവുന്നതിലും അവളുടെ ക്രിയേറ്റിവിറ്റിയിലും അവളുടെ കോൺഫിഡൻസിലൊക്കെ ആയിരിക്കണം അവൾ സുന്ദരിയാവേണ്ടത് എന്നാണ് നികിത ഗില്ല് പറയുന്നത്. ഗിൽ റീഡിഫൈൻസ് ബ്യൂട്ടി ആസ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ഇന്നർ സ്ട്രെങ്ത്. അപ്പം ഗില്ല് പറയുന്നത് ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അയാളുടെ ഇൻഡിവിജ്വാലിറ്റി, അതായത് വ്യക്തിത്വവും അവരുടെ ഉള്ളിലുള്ള ആ ഒരു ധൈര്യവുമാണ്, ഇന്നർ സ്ട്രെങ്ത്തുമാണ് എന്നാണ് പറയുന്നത്. ത്രൂ അസർട്ടീവ് ആൻഡ് മോട്ടിവേറ്റിംഗ് ലാംഗ്വേജ്, ദ പോം ഇൻസ്പയർസ് വിമൻ ടു ക്രിയേറ്റ് ദെയർ ഓൺ ഐഡൻറ്റിറ്റി റാദർ ദാൻ കൺഫേമിംഗ് ടു സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സ്. അപ്പം നികിത ഗില്ല് പറയുന്നത് ഒരു സ്ത്രീ അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സൊസൈറ്റീനെ, അതായത് സൊസൈറ്റീൻ്റെ സ്റ്റാൻഡേർഡുകളെ ബോധ്യപ്പെടുത്താതെ വേണം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്താണോ ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് ആ കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അയ്യോ സൊസൈറ്റി എന്ത് വിചാരിക്കും, അല്ലെ ആളുകൾ എന്ത് കരുതും എന്നുള്ളത് വച്ചിട്ടാകരുത് എന്നാണ് പറയുന്നത്. The poem ultimately conveys that self-definition is far more meaningful than eternal beauty. അപ്പം പുറമേയുള്ള ഒരാളുടെ സൗന്ദര്യത്തെക്കാളും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എന്താണ്? അയാൾ സ്വയം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ പോയത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. സോ മൂവിങ് ടു ദ പോം. They keep saying that beautiful is something a girl needs to be, but honestly forget that. അപ്പോൾ പറയുന്നത് എന്താണ്? ആളുകൾ എപ്പോഴും ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സമൂഹത്തിനെയാണ്, സൊസൈറ്റീനെയാണ്. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? They keep saying that beautiful is something a girl needs to be. അപ്പോൾ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന സമയത്ത് അവൾ എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിരിക്കണം, സുന്ദരി ആയിരിക്കണം എന്നാണ് സമൂഹം പറയുന്നത്. ബട്ട് ഓണസ്റ്റ്ലി ശരിക്കും അത് അങ്ങനെ തന്നെയാണോ? അത് നിങ്ങൾ മറന്നേക്ക്, ഫർഗെറ്റ് ദാറ്റ് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ മറക്ക്. ഡോണ്ട് ബി ബ്യൂട്ടിഫുൾ. ഒരിക്കലും എന്ത് ചെയ്യരുത്? ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടാകരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബ്യൂട്ടിഫുൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മൾക്ക് ദേഷ്യം തോന്നുന്ന സമയത്ത് നമ്മൾ ദേഷ്യപ്പെടണം. സമൂഹം എന്താണ് വിചാരിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. ബി ഇൻ്റലിജൻറ്റ്. നമ്മൾ എല്ലാ കാര്യത്തിലും ഇൻ്റലിജൻ്റ് ആയിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. ബി ബിറ്റി, അതായത് തമാശ എന്ന് പറയുന്ന കാര്യം നമ്മളും പറയാനായിട്ട് തുടങ്ങണം. ബി കേൾസി, അതായത് പരിക്കൻ സ്വഭാവമുള്ളവരും, അല്ലെങ്കിൽ ഇപ്പോഴും സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര നാണത്തോടെ തലയൊക്കെ താത്തിപ്പിടിച്ച് അങ്ങനെയുള്ളൊരു വ്യക്തി മാത്രം ആകരുത്. നമുക്ക് എവിടെയാണോ പരിക്കനാവാനായിട്ട് തോന്നുന്നത് അവിടെ നമ്മൾ അതാവണം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു ഓക്വേർഡ്നെസ് കാണിക്കണം എന്നാണ് പറയുന്നത്. ബി ഇൻട്രസ്റ്റിംഗ്. ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം. ബി ഫണ്ണി. എപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക, ചിരിക്കാതെ പറയാതെ ഇമോഷൻസ് പങ്കുവെക്കാതെ നിൽക്കാതെ നമ്മളെപ്പോഴും ഫണ്ണി ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ബി അഡ്വഞ്ചറസ്. നമുക്ക് എന്താണോ ചെയ്യാനായിട്ട് തോന്നുന്നത് ആ കാര്യങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അഡ്വഞ്ചറസ് എടുത്തിട്ടാണെങ്കിലും നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആൻഡ് ബി ക്രേസി. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ, അതായത് കുറച്ചൊരു എന്ത് വേണം, ഭ്രാന്തമായിട്ടുള്ള ചിന്തകളിൽ നമ്മൾ ഉണ്ടാവണം. ആൻഡ് ബി ടാലൻറ്റഡ്. അപ്പം ഇത്രയുമാണ്. അതായത് സാധാരണ സമൂഹത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന സമയത്ത് അവൾ എന്താ പറയുക, ഭയങ്കര കുലീനവതിയായിരിക്കണം, നാണമുള്ളവളായിരിക്കണം, അതുപോലെ മുതിർന്നവരോട് തർക്കുത്തരം പറയാത്തവളായിരിക്കണം, വീട്ടിൽ അടങ്ങി ഒതുങ്ങേണ്ടി ജീവിക്കേണ്ടവളായിരിക്കണം, ഭയങ്കര സൗന്ദര്യമുള്ളവളായിരിക്കണം. ഇങ്ങനത്തെ കുറച്ച് ചിന്താഗതിയാണ് സമൂഹത്തിനുള്ളത്. പക്ഷേ അതങ്ങനെ ഒന്നുമല്ല. നമുക്ക് ദേഷ്യപ്പെടേണ്ട സമയത്ത് നമ്മൾ ദേഷ്യപ്പെടണം. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ട് മാറണം. നമുക്ക് ഭ്രാന്തമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുന്ന സമയത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ദർ ആർ ആൻ എറ്റേണിറ്റി ഓഫ് അതർ തിങ്സ് ടു ബി അതർ ദാൻ ബ്യൂട്ടിഫുൾ. അപ്പം സൗന്ദര്യവതിയായിട്ടിരിക്കുക എന്നുള്ള കാര്യം മാറ്റിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാളും
ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്ത് അതിനേക്കാളും മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് നികിത ഗില്ല് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ബ്യൂട്ടിഫുൾ എനിവേ ബട്ട് എ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് സ്ട്രങ് ടുഗെദർ ടു മേക്ക് എ വേർഡ്. അപ്പം നികിത ഗില്ല് ചോദിക്കുകയാണ് ആക്ച്വലി എന്താണ് ഈ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. അതൊന്നുമല്ല, അതെന്താണ്, കുറച്ച് വാക്കുകൾ, കുറച്ച് ലെറ്റേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതൊരു ഒരുമിച്ച് അടങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു വേർഡ് ഉണ്ടാകുന്നു അതിൻ്റെ അകത്ത് എന്നുള്ളത് മാത്രമാണോ എന്നാണ് ചോദിക്കുന്നത്. ബട്ട് ബി യുവർ ഓൺ ഡെഫിനിഷൻ ഓഫ് അമേസിങ് ഓൾവേസ്. അപ്പം നികിത ഗില്ല് പറയാണ് നമ്മളെപ്പോഴും എന്തായിരിക്കണം, അമേസിങ് ആയിരിക്കണം. നമുക്ക് സ്വന്തം നമ്മളിലേക്ക് നോക്കുന്ന സമയത്ത് നീ അടിപൊളിയാണ് അല്ലെങ്കിൽ നീ സൂപ്പറാണ് എന്ന് സ്വന്തം പറയാനായിട്ട് പറ്റണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സോ മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് ബ്യൂട്ടിഫുൾ എവർ. അപ്പം അതായത് ഞാൻ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ അടിപൊളിയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക എല്ലാവരേക്കാളും സൂപ്പറാണ്, അല്ലെങ്കിൽ അത് സൗന്ദര്യം, പുറത്തുള്ള സൗന്ദര്യം കൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ ബാഹ്യമായിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് എന്തായിരിക്കലല്ല, സൗന്ദര്യവതികളായിട്ട് ഇരിക്കലല്ല എന്നാണ് നികിത ഗില്ല് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു പോയത്തിൻ്റെ അകത്ത് പറയുന്നത്. അതുപോലെ ഞാൻ ഈ ഒരു പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ലാസ്റ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2 or 3 സെൻറ്റൻസസിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. അതുപോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നികിത ഗില്ലിൻ്റെ ഡോണ്ട് ബി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള പോയം. സോ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനിയും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.